യുവർ പാരൻസ് മൈറ്റ് ലവ് യു ആൻഡ് വാണ്ട് യു ടു ബി സക്സസ്ഫുൾ. പക്ഷേ നിങ്ങൾ ഓൾ അഡ്വൈസ് കേൾക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് ആർ യു ആർ ഗോയിങ് ടു എൻഡ് അപ്പ് മിസറബിൾ. ബേസിക്കലി നമ്മളൊരു ബ്രോഡർ സെൻസിൽ നോക്കുകയാണെങ്കിൽ ദർ ആർ 2 types ഓഫ് പാരൻസ്. വൺ, ദ ഗുഡ് വൺസ്, ജെനുവിൻലി ഓല മക്കൾ നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസ്. രണ്ടാമത്തത് റയറാണ്, ബട്ട് ദർ ഈസ് ദ ബാഡ് വൺസ് ഹു ഡസൻ ഈവൻ കെയർ അബൌട്ട് വാട്ട് എവർ ഹാപ്പൻ ടു ദെയർ ചിൽഡ്രൻ. എല്ലാവർക്കും അറിയാം ഈ രണ്ടാമത്തെ ടൈപ്പ് പാരൻസ്, ബാഡ് പാരൻസിൻ്റെ അഡ്വൈസ് ഒന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല, ഓര് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കേണ്ട എന്നുള്ളത്. ബട്ട് ദ ട്രൂത്ത് ഈസ് ഇഫ് യു ലിസൺ ടു യുവർ ഗുഡ് പാരൻസ് ആൾസോ, നിങ്ങളുടെ ലൈഫ് മിസറബിൾ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ CA ഫൗണ്ടേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓനെന്ത് ചെയ്തു, ഞങ്ങളൊപ്പം പഠിച്ച കുറേ ആൾക്കാരെ ആ ഇനാഗുറേഷന് വേണ്ടി വിളിച്ചു. അപ്പോൾ ആ ചങ്ങായി എന്ന് പറയുന്നത് മെയിനായിട്ട് ഞങ്ങൾ ഒരു 4 ആൾക്കാർ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഏകദേശം ഒരു 7ാം ക്ലാസ് വരെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു ടീം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലുണ്ടായിരുന്ന വേറെ ആൾക്കാരുണ്ട്, അതേപോലെ ജനറൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാങ്ങിലുണ്ടായിരുന്നു എൻ്റെ വേറൊരു സുഹൃത്തിനോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ, നമ്മളെ പഠിപ്പ് എന്തായി, ഇപ്പം എന്താ ചെയ്യണത്, ഇപ്പം എങ്ങനെ ലൈഫ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു, ഞാൻ CA ഫൗണ്ടേഷന് ജോയിൻ ചെയ്യണത്, ഇപ്പം ഇനി കുറച്ചാലൊക്കെ ഭയങ്കര പഠിപ്പേക്കാരം, ഇനി പഴയ പോലെ നടന്നാൽ ശരിയാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയല്ലോ. പിന്നെ ഞാൻ ഓനോട് ചോദിച്ചു ഓൻ്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഓൻ പഠിക്കണത് എന്താ വെച്ചാൽ MBBS-നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഓന് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഓനിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഓനക്കിത് ആക്ച്വലി ഇൻട്രസ്റ്റ് ഇല്ല, ഓൻ്റെ പാരൻസിൻ്റെ നിർബന്ധപ്രകാരമാണ് അവൻ പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയിനായിട്ട് അവൻ്റെ ഫാദറിൻ്റെ നിർബന്ധപ്രകാരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ പാരൻസ് നല്ല പാരൻസ് അല്ലേ. ഓരെന്താ ചിന്തിക്കുന്നത്, ഓരോ മക്കൾ സക്സസ്ഫുൾ ആവണം, ഓരോ മക്കൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണം, റെസ്പെക്റ്റ് ഉണ്ടാവണം, പൈസ ഉണ്ടാവണം, നല്ല നിലയിൽ എത്തണം തന്നെയാണ് ഓരോ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓനക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത പാത്ത്, ഓനോട് പോകാൻ പറയുന്ന പാത്ത് ഓൻ്റെ ഇൻട്രസ്റ്റിലുള്ളതല്ല. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കോട്ട് വായിച്ചു തരാം. പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് social injustice of all is the pressure of parents upon their children to live as they themselves have lived. ജോർജ് ബെർണാഡ് ഷോ. അതായത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാൻ മനസ്സിലായില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ പാരൻസിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയാം. നമ്മൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണോ ജീവിക്കേണ്ടിയിരുന്നത്, നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ ജീവിക്കാതെ പോയൊരു ലൈഫ്, നമുക്ക് ഡോക്ടർ ആവണം, നമുക്ക് ലോയർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കരിയർ തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങണം, എന്തായിക്കോട്ടെ, നമ്മൾ ജീവിക്കാതെ പോയ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമ്മളെ മക്കളെ മേലിൽ ഫോഴ്സ് ചെയ്യുക, ഓരെ കൊണ്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ച ലൈഫ് ജീവിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ഓരെ കൊണ്ട് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര രീതിയിലൊരു ഇൻജസ്റ്റിസ് ആയ ഒരു അനീതിയായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പാരൻസിന് ചിലപ്പോൾ ചെറുപ്പത്തിൽ ഡോക്ടർ ആവാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അത് നടന്നിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഓരൊപ്പം ചെറുപ്പത്തിൽ പഠിച്ച ആൾക്കാർ, സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാർ പിന്നീട് ഡോക്ടർ ആയപ്പോൾ ഓല് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ടാവും, ഇവൻ്റെ പാരൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ഓരുടെ പാരൻസ് ഓരെ പഠിപ്പിച്ചത് ഇതായിരിക്കും, എന്താണ് നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇതെന്തുകൊണ്ടാണ്, എന്താണ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ പാരൻസ് ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ ചൂസ് ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചോ എന്തൊരു അഡ്വൈസ് തരികയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ എന്താ ആസ്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഡു ദേ ഹാവ് മൈ ഡിസൈഡ് ലൈഫ് സ്റ്റൈൽ, ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് അല്ലെങ്കിൽ ഓല് എന്തിനെ കുറിച്ചാണോ അഡ്വൈസ് തരുന്നത് ആ സംഭവം ആക്ച്വലി അച്ചീവ് ചെയ്തിക്കണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. കുറേ സംഭവങ്ങൾ നമ്മൾ ഓലക്കുന്ന അഡ്വൈസ് എടുക്കണം, ഓല് പറയുന്നത് കേൾക്കണം. പക്ഷേ ഇങ്ങനത്തെ ഏരിയാസിൽ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് വേണം എടുക്കാൻ. ദേ ഗോട്ട് ദെയർ ലൈഫ് ഫ്രം ദ ഇൻഫോർമേഷൻ ദേ റിസീവ്ഡ്. ഞാൻ അത് ഒന്നുകൂടിയും പറയാം, ദേ ഗോട്ട് ദെയർ ലൈഫ് ഫ്രം ദ ഇൻഫോർമേഷൻ ദേ റിസീവ്ഡ്. അതായത് ഓരുണ്ടാക്കിയ ലൈഫ് ഓല് ഇപ്പോൾ എത്തി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓർക്ക് കിട്ടിയ ഇൻപുട്ടുകൾ, ഓർക്ക് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് ഓര് ചൂസ് ചെയ്ത പാത്തിലൂടെ എത്തിയതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ തന്നെ കാര്യം ഓരോ അഡ്വൈസ് ആയിക്കാണ്ട് തരാം. അപ്പോൾ ഓരോ ലൈഫ് സ്റ്റൈൽ എന്താണോ, എവിടെ എത്തിയിട്ടുണ്ടോ അതിന് ഓല സഹായിച്ച ഇൻഫോർമേഷൻ തന്നെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഓല ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ എത്തും. അത് അടിപൊളി ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളും ഗ്രേറ്റ് ആവും, അല്ല മിസറബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളും മിസറബിൾ ആവും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു സംഭവം അച്ചീവ് ചെയ്താണ്ട് മാത്രമല്ലല്ലോ അഡ്വൈസ് തരാൻ പറ്റുക. ഇപ്പോൾ ഒരു സംഭവം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും ഓല മിസ്റ്റേക്ക് ഓൽക്ക് അഡ്വൈസ് തന്നൂടെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൽ മര്യാദക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് നല്ലൊരു കരിയറിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എന്ന് ഓല് മക്കളോട് പറയണെന്ത്, സ്കൂളിൽ നല്ല രീതിയിൽ പഠിച്ചോളി, അപ്പോൾ എന്ത് ചെയ്യാം, നല്ലൊരു കരിയർ കിട്ടും. നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ജെന്യുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ആക്ച്വൽ റിയാലിറ്റി നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഓർക്ക് കിട്ടിയ ആ ഒരു നോളജ്, സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കണം, എന്നിട്ട് മാർക്ക് വാങ്ങണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നല്ല കരിയർ കിട്ടുള്ളൂ, ജീവിതത്തിൽ സെറ്റിൽ ആവുള്ളൂ എന്നുള്ള ആ നോളജ്
ഒന്നില്ലെങ്കിൽ ഓലെ പാരൻസ് ഓൾക്ക് പറഞ്ഞു കൊടുത്ത സംഭവിക്കാരം, അല്ലെങ്കിൽ ഓല് ചെറുപ്പത്തിലൊക്കെ ഓൾക്ക് കിട്ടിയ നോളജ് ആയിക്കാരം. പിന്നീട് വലുതാകുമ്പോഴാണ് ഓലെ ഇതിൻ്റെ വില മനസ്സിലാക്കുന്നത്. ആ ഒരു നോളജ് ഒരു അഡൾട്ടൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 2 ഡെക്കേഡ് അല്ലെങ്കിൽ ഒരു 3 ഡെക്കേഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ വളർന്നു വരുന്ന നമുക്കൊരു 18-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും എക്സ്ട്രാ ഒരു 2 ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം. അപ്പോൾ നമുക്കൊരു 20 വയസ്സ് 18 വയസ്സൊക്കെ വിചാരിച്ചു. അപ്പോൾ ഒരു 1.5 ഡെക്കേഡ് 2 ഡെക്കേഡ് പിന്നെയും കഴിഞ്ഞു. അതായത് നമ്മളോട് പറഞ്ഞിരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളോട് എന്താണ് വർക്ക് ചെയ്യുന്നത് പറയുന്നത് 40, 50, 60 വർഷം മുമ്പ് വർക്ക് ചെയ്തിരുന്ന സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും, നമ്മൾ കീപ്പപ്പ് ചെയ്യൂല ഈ ഒരു വേൾഡിനനുസരിച്ച്. ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യണത് എന്നുള്ളതും അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെ കുറിച്ചൊരു കംപ്ലീറ്റ് നോളജ് അല്ല, എന്നാലും ഒരു ഫോർകാസ്റ്റിങ്ങും വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നത്. ഒരു സേയിങ് ഉണ്ട്, ഡു നോട്ട് റേസ് യുവർ ചിൽഡ്രൻ ദ വേ യുവർ പാരൻസ് റേസ്ഡ് യു, ദേ വർ ബോൺ ഫോർ എ ഡിഫറെൻറ്റ് ടൈം. അതായത് ഞാനിപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ, നിങ്ങളെ മക്കളെ നിങ്ങളെ പാരൻസ് എങ്ങനെയാണോ നിങ്ങളെ റേസ് ചെയ്തത് അതേപോലെ റേസ് ചെയ്യരുത്. കാരണം ദേ ആർ ബോൺ ഫോർ എ ഡിഫറെൻറ്റ് ടൈം. കാലം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിനനുസരിച്ച് വേണം കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും. അപ്പോൾ നമ്മളിപ്പോൾ പല പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. അഡ്വൈസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ഓരോരോ ഡിസയർ എന്ന് പറഞ്ഞു തരികയാണെങ്കിലും മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു തരികയാണെങ്കിലും പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഞാൻ അഡ്വൈസ് എടുക്കാതെക്കാൻ പറ്റും? അതെങ്ങനെ? എൻ്റെ പാരൻസിനെ ഫോഴ്സ് ചെയ്യാൻ, അത് ചെയ്യാൻ, ഇത് ചെയ്യാനൊക്കെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഓരത് പറയുന്നത് അതേപോലെ അനുസരിക്കാതെ എൻ്റെ വഴിയിലൂടെ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു 15 to 18 വയസ്സൊക്കെ ആകുമ്പോൾ ഞാനൊരു 2 റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ, ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വീട്ടിൽ ആസ്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫാദർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് ഇങ്ങനെ പോകേണ്ടി വരില്ലേ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല. ഒരിക്കലും നേരെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിക്കല്ലേ ഈ പോകണ്ട എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല, പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടി വരില്ല, ബുദ്ധിമുട്ടാവില്ല എന്നുള്ള രീതിയിലൊരു കുറച്ചൊരു നെഗറ്റീവ് രീതിയിലാണ് പറഞ്ഞത്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിലപ്പോൾ ഓരോ മനസ്സിൽ എന്തായിരിക്കും, ഇതിപ്പോൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കണം, എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഇതിന് വേറെ എക്സ്പെൻസ് കാര്യങ്ങൾ മുട്ടയും പാലും അതൊക്കെ വാങ്ങേണ്ടി വരും. ആ ഒരു രീതിയിൽ ചിന്തിച്ചായിരിക്കും മേ ബി. അതുപോലെ തന്നെ എനിക്കിപ്പോൾ റോഡും റീലും വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ ടൈമിൽ. അതായത് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മൾ മറ്റേ ഇനി പറയാത്തവർക്ക് പറഞ്ഞുതരാം, മെഷീൻ ചൂണ്ടലുണ്ടല്ലോ, അങ്ങനെ പറയാം. ഒരു റീലുണ്ടാവും, ഒരു റോഡ് ഉണ്ടാവും, ലൈനും ഫ്രോഗും അതുപോലത്തെ ലൂറൊക്കെ വെച്ചാണ്ട് മീനെ പിടിക്കുന്ന സെറ്റപ്പ്. അപ്പോൾ അതിന് വേണ്ടി റോഡ് റീലും വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരു 5000 മുകൾക്കൊക്കെ ആവും റോഡ് റീലും മാത്രം. റോഡും റീലും അതിൻ്റെ ആ നൂലുണ്ട് ബ്രൈഡ്, അതൊക്കെ വാങ്ങുമ്പോഴത്തേന് ഏകദേശം 5000+ ഒക്കെ ആവും. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ടൈമിൽ ഞാനത് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അതിനുള്ള മീനൊന്നും ഇല്ല, അത് വെച്ചാണ്ട് പിടിക്കാനുള്ള മീനൊന്നും ഇല്ല, ഇവിടെ നമ്മൾ സാധാ ചൂണ്ടലൊക്കെ യൂസ് ചെയ്യാനുള്ള ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അതിനെ അങ്ങനെ റിജക്റ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ആ ടൈമിൽ ഞാനിപ്പോഴും പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു 1-2 മാസമായിട്ട് ഞാൻ ഉമ്മാനോട് പൈസ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ ഡെഡ് ബ്രോക്കായിരുന്നു. പിന്നെ ഞാൻ ആ ചൂണ്ടൽ വാങ്ങി, റോഡ് റീലും വാങ്ങി. എങ്ങനെ വെച്ചാൽ ഞാൻ ന്യൂസ് പേപ്പർ ഇടാൻ പോയി. അതുപോലെ തന്നെ എനിക്ക് 9A+ ഒരു 7 ആയിരുന്നു 10ാം ക്ലാസ്സിൽ. അപ്പോൾ കുടുംബക്കാരൊക്കെ കുറച്ച് നമുക്കൊരു അപ്രിസിയേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് പൈസ തന്നിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ മുയലും അതുപോലെ പ്രാവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ വളർത്തുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വിറ്റുകാണ്ട് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങി റോഡ് റീലും. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ലെസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിന്നീട് എൻ്റെ ജിമ്മിൽ പോകുന്ന തീരുമാനങ്ങളൊക്കെ എൻ്റെതാണ്. കാരണം ഞാൻ എൻ്റെ പൈസക്കാണ് പിന്നെ ജോയിൻ ചെയ്തത്. ഇപ്പോൾ റോഡ് റീലും വെച്ചാണ് മീൻ പിടിക്കാൻ പോകണൊക്കെ തീരുമാനം എൻ്റെതാണ്. എനിക്ക് ഫ്രീഡം ഉണ്ട്. കാരണം എന്താ, ഞാൻ എൻ്റെ പൈസക്കാണ് ചെയ്തത്. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ പാരൻസിൻ്റെ പൈസമേലാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പോലാണ്, എല്ലാത്തിനും പൈസ തരുന്ന പോലാണെന്നുണ്ടെങ്കിൽ, യു ആർ ലയബിൾ ടു ഒബേ ദെയർ അഡ്വൈസസ്. പക്ഷേ നിങ്ങൾ സ്വന്തം പൈസ എടുത്തിട്ട് നിങ്ങൾ സ്വന്തം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണത്, നിങ്ങളെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണത്. അല്ല, ഇനി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഓലാണ്. നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ് ആ ഒരു ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഓലാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ സാധാരണ പോയ ലൈഫ് നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം, ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോകണം, അപ്പോൾ റണ്ണിങ് ഷൂ വാങ്ങണം. ഇങ്ങനത്തെ എക്സ്ട്രാ സംഭവങ്ങൾക്കൊക്കെ നിങ്ങൾ തന്നെയാണ് അതിനുള്ള ക്യാഷ് ഉണ്ടാക്കിയാണ്ട് മുടക്കണമെന്നുണ്ടെങ്കിൽ, യു വിൽ ഹാവ് ദ ഫ്രീഡം ടു ചൂസ് യുവർ ഓൺ പാത്ത്. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബെസ്റ്റ് അഡ്വൈസുകൾ, ലൈഫ് അഡ്വൈസുകൾ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ആ സംഭവം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓലോട് ലിസൺ ചെയ്യട്ടോ. അതിനൊരു കുഴപ്പമില്ല. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇപ്പോൾ ഓൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം പോലെ അച്ചീവ് ചെയ്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ലെവലിലേക്ക് എത്തിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ, ഓലൊക്കെ ഇന്ന് ബിസിനസ് അഡ്വൈസ് കേൾക്കണതിൽ ഒരു പ്രശ്നമില്ല. അല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല അഡ്വൈസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലുണ്ടാവും, പോഡ്കാസ്റ്റുകളുണ്ടാവും, അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ ബുക്കുകൾ വായിക്കാം. ഈ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് പല ആൾക്കാരും പെർസ്പെക്റ്റീവും പല ആൾക്കാരുടെ ചിന്താഗതി അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ പാരൻസ് നിങ്ങളോട് പറയുണ്ടാവും എന്ത്,
എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്, ഡ്രഗ്സിലേക്ക് പോകരുത്, സീറ്റ് ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് ഇടണം, ഫുഡ് ഫുഡ് കഴിക്കരുത്, അങ്ങനെയൊക്കെ പറയുമല്ലോ. ആ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. ഞാൻ യൂട്യൂബ് ജേണി തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയപ്പോഴൊക്കെ ഒരിക്കലും ഞാൻ എൻ്റെ പാരൻസിൻ്റെ അഡ്വൈസ് കേട്ടിട്ടൊന്നും നല്ലത് തുടങ്ങിയത്. ഇപ്പോൾ ഓരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൽക്കൊരു ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി, ഔട്ട്ലൈസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി നമ്മളിതുണ്ടല്ലോ. അപ്പോൾ അതിൽ പോയിട്ട് ഞാൻ ഗൈഡുകളും അതുപോലത്തെ ബുക്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കോഴ്സുകൾ, സ്ലീപ്പ്, ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഡയറ്റ്, മൈൻഡ് സെറ്റ്, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ അതിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് അത് വെച്ചാണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു, അതിൽ നിന്നൊരു ലിവിങ് ഉണ്ടാക്കുന്നു. അതുപോലെ യൂട്യൂബിൽ വീഡിയോ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഞാൻ പഠിച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഒരു കോഴ്സ് എന്നൊന്നുമല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എൻ്റെ ഇൻട്രസ്റ്റുള്ള സംഭവങ്ങൾ ടീച്ച് ചെയ്യുന്നതിലൂടെ ഒരു ലിവിങ് ഇൻകം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഒന്നും ഓൽക്കില്ല. ഓൽക്കറിയാം എന്ത് യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഈ ഒരു ഉള്ളിലൂടെയുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇത് വെച്ചാണ് നമ്മളെ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റുള്ളത്. ആ ഒരു പെർസ്പെക്റ്റീവ് ഒന്നും ഓൽക്കില്ല. അവിടെ ഞാൻ ലിസൺ ചെയ്ത അഡ്വൈസ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ചെയ്ത ആൾക്കാരത്, അതേപോലെ സക്സസ്ഫുൾ ആയ ആൾക്കാരതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈസ് ക്ലബ്ബിൽ കുറേ പുതിയ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് വരും വീഡിയോയിൽ ഞാൻ പറയും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ചേഞ്ച്. സ്റ്റാർട്ട് യുവർ ഓൺ life. I hope this video is helpful for you guys. See you in the next video.